റോഡ് തടസ്സപ്പെടുത്തി നടത്തിയ സമരത്തിൽ CPM നേതാക്കൾക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തു. ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, KV സുമേഷ് MLA എന്നിവരടക്കം കണ്ടാലറിയാവുന്ന 10,000-ഓളം പേർക്ക് എതിരെയാണ് കേസെടുത്തിരിക്കുന്നത്. ഇവരെല്ലാം പ്രതികരിക്കുന്നു. ഫെലിക്സ് ആണ് വിവരങ്ങളുമായി. ഫെലിക്സ്, നേരത്തെ തന്നെ കോടതികളുടെ ഭാഗത്തുനിന്ന് അതിശക്തമായ ഇടപെടൽ റോഡ് തടസ്സപ്പെടുത്തിയുള്ള സമരങ്ങൾക്ക് എതിരെ ഉണ്ടായിരുന്നു. ഇതെപ്പോൾ നടന്ന സമരമാണ്? ഇത്രയും അധികം ആളുകൾക്കെതിരെ, കണ്ടാലറിയാവുന്ന ആളുകൾക്കെതിരെ എന്ന് പറയുമ്പോൾ അത്ര വലിയ പരിപാടിയായിരുന്നു. കേരള ഗവൺമെന്റിന്റെ കൂടിയാണ് കേന്ദ്ര ബജറ്റിനെതിരെ LDFന്റെ കണ്ണൂർ ജില്ലാ നേതൃത്വം ഇങ്ങനെയൊരു മാർച്ചും ഉപരോധവും ഹെഡ് പോസ്റ്റ് ഓഫീസ് മുമ്പിൽ നടത്തിയത്. ഈ ഓഫീസിന് മുമ്പിൽ റോഡാണ്, അതായത് പ്രധാനപ്പെട്ട റോഡാണ്. ആ റോഡ് പൂർണ്ണമായും അടച്ച് അവിടെ കസേരകൾ നിരത്തിയാണ് ഈ പരിപാടി നടത്തിയത്. ജില്ലാ കമ്മിറ്റി LDFന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ ഉപരോധമായതുകൊണ്ട് തന്നെയാണ് ജില്ലാ സെക്രട്ടറി MV ജയരാജനെ ഒന്നാം പ്രതിയാക്കി ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തിട്ടുള്ളത്. CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ അടക്കമുള്ളവർ, ഒപ്പം അഴീക്കോട് MLA KV സുമേഷ് അടക്കമുള്ളവർ, അങ്ങനെ 10,000 കണ്ടാലറിയാവുന്ന 10,000 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ഈ പരിപാടി നടക്കുന്നതിന് തൊട്ട് മുൻപ് ജില്ലാ സെക്രട്ടറി MV ജയരാജന് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. കാരണം ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്, വഴി തടഞ്ഞ് സമരം നടത്തരുതെന്ന്. നേരത്തെ നമ്മൾ കണ്ടതാണ്, വഞ്ചിയൂര് ഈ പാർട്ടി സമ്മേളനത്തിന്റെ ഭാഗമായി അവിടെ വഴി തടഞ്ഞ് യോഗം നടത്തിയ സമയത്ത് പിന്നീട് ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയും MV ഗോവിന്ദൻ അടക്കമുള്ളവരെ ഹൈക്കോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെടുകയും പിന്നീട് അവർ ഹാജരാകുകയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനുശേഷമാണ് ഇങ്ങനെ ഒരു സംഭവം നടത്തപ്പോൾ നോട്ടീസ് നൽകിയിരുന്നു. ആ നോട്ടീസ് താൻ മടക്കി കീശയിലിടുകയാണെന്നതാണ് MV ജയരാജൻ പറഞ്ഞത്. കാരണം കേന്ദ്ര അവഗണനക്കെതിരെയാണ് സമരം. ആ സമരം നടത്താതിരിക്കണമെങ്കിൽ ഒരുപക്ഷെ കോടതി വിചാരിച്ചാൽ കഴിയുമായിരുന്നു. പക്ഷേ കോടതി അത് വിചാരിച്ചില്ല. അതുകൊണ്ട് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് തങ്ങൾക്ക് പോകേണ്ടി വന്നു. ഇതേ വിഷയത്തിൽ നമുക്കറിയാം, നേരത്തെ MV ജയരാജൻ ഈ ജഡ്ജിയെ ശുംഭൻ എന്ന് വിളിച്ച വിഷയവും സമാനമായ വിഷയമായിരുന്നു. പാതയോരത്തെ സമരത്തിനെതിരെ കോടതി നടത്തിയ പരാമർശത്തിനെതിരെയാണ് ശുംഭൻ എന്ന് അദ്ദേഹം വിളിച്ചത്. ആ സമയത്ത് അദ്ദേഹം ജയിലിൽ പോയതാണ്. സമാനമായ രീതിയിൽ താൻ ജയിലിൽ പോകാൻ തയ്യാറാണ് എന്നാണ് MV ജയരാജൻ ഇതുമായി ബന്ധപ്പെട്ട് ന്യായീകരിച്ചത്.